ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് നോക്കിയാൽ നമുക്ക് ഉച്ചയ്ക്ക് എന്താണെന്ന്. അപ്പോൾ ഞാൻ എന്താക്കി ഫസ്റ്റ് തന്നെ നമുക്കിന്ന് കുറച്ച് ചിക്കൻ്റെ കാലാട്ടം കിട്ടിയിട്ടുള്ളത്. അത് ആദ്യം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു, ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അങ്ങനെ വേഗം അതെടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഐസ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതിൻ്റെ തൊലി എടുക്കാൻ ഭയങ്കര എളുപ്പമാവും. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ്റിനുള്ള വെള്ളമാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യം ഞാൻ ഈ ചട്ടിൽ ഫുള്ള് വെള്ളം വെക്കും. എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ട് വന്നതിന് ശേഷം നന്നായി അരി കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായ ശേഷം അടുപ്പിലേക്ക് അരിയൊക്കെ ഇട്ടതിന് ശേഷം ഭയങ്കര ദാഹം, ഇപ്പോൾ ഭയങ്കര ചൂടല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സർവത്താക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ബാക്കും കസ്കിസ് ഇട്ട് കുടിക്കുന്ന സർവത്ത്. അങ്ങനെ ബാക്കൊക്കെ അത്യാവശ്യം നമ്മളെ വീട്ടിൽ തന്നെ പുറത്ത് കൊലയിട്ട. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബാക്ക് പകുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായി കുത്തി കുത്തി ഒടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര ഇട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കസ്കിസ് ഇടുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ കസ്കിസ് ഞാൻ ഇട്ടിട്ടില്ല, അതിന് പകരം കുറച്ച് ചീസ് ബുക്കോലും കൂട്ടിയിട്ടാട്ടോ ഞാൻ ഒരു സ്ഥലത്ത് ഉണ്ടാക്കുന്ന. നമുക്ക് എത്രത്തോളം വെള്ളം വേണം ആ വെള്ളം അനുസരിച്ച് കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ലെമണില്ല, അതൊക്കെ പിഴിഞ്ഞ് കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഇതിലേക്ക് അതൊന്നും ഒഴിക്കുന്നില്ല, ഇത്ര മാത്രം. അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ളി കട്ട് ചെയ്യാമെന്ന്. ഉള്ളി കട്ട് ചെയ്യുന്നതായിട്ട് പിന്നെ ഞാൻ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം തിളച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു വേഗം കോഴിൻ്റെ കാലനെ കഴുകിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഉള്ളി ടൊമാറ്റോ ഇതൊക്കെ കട്ടാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല കാലുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഇത് വൃത്തിയാക്കണം കേട്ടോ. നഖമൊക്കെ കട്ട് ചെയ്യണം. പിന്നെ ഇതിൽ കുറച്ച് തൊലിയൊക്കെ എടുക്കുമ്പോൾ ഫുള്ള് നേരെ നോക്കിയൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പാങ്ങിലെ തൊലിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. കറീനായിട്ട് ടേസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ കറിക്ക് വേണ്ടത് എടുത്തു. എന്നിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മസാല പുരട്ടിയിട്ട് വെച്ചു. എന്നിട്ട് നമുക്ക് കറിക്ക് വേണ്ട പച്ചക്കറി ഉള്ളി ടൊമാറ്റോ ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ കോഴിൻ്റെ കാലിൻ്റെ കറി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ കാൽ പൊട്ടിക്കോ ഉണ്ടായിരുന്നു, അതങ്ങ് അതുമായി. ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ്